everyone, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 8ന്റെ പണി 8ന്റെ അല്ല ഒരു 16ന്റെ പണി കിട്ടിയ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആരും തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. ഇനി ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തോട്ടെ. നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ പറയാട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം. സോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണണമെങ്കിൽ എന്റെ പേര് കൃഷ്ണ എന്നാണ് കേട്ടോ. ഞാൻ വീഡിയോ റിലേറ്റഡ് വീഡിയോസ് വ്ലോഗൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പ്രൊഡക്റ്റ് ഇതൊരു ഹെയർ സ്ട്രൈറ്റനിങ് ക്രീമാണ് കേട്ടോ. ഗ്ലാറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു സ്ട്രൈറ്റനിങ് ക്രീമാണ്. ഇത് ഞാൻ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഈ ഒരു ക്രീം വെച്ച് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ലോറിയലിൻ്റെ ക്രീം വെച്ചാണ് സ്ട്രൈറ്റനിങ് ചെയ്തിരുന്നത്. പക്ഷേ ലോറിയലിൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ര വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഹെയർ ഫോൾ അതല്ലെങ്കിൽ ഹെയർ ലോസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ഹെയർ ഡാമേജ് ആവലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ടൈം ഞാൻ ഈ ഒരു ക്രീം വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് സ്റ്റേഷനറി ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ സെയിൽസ് ഗേൾ നല്ല ബ്രാൻഡാണ്, നല്ല ക്വാളിറ്റി ഉള്ള ക്രീമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നമ്മളിത് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്തൊരു 4-5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് തുടങ്ങി. നന്നായിട്ട് തന്നെ ഹെയർ ഫോൾ വരാൻ തുടങ്ങി, ഹെയർ ലോസ്, മുടി ഭയങ്കരമായിട്ട് ഫ്രിസി, അതായത് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് മുടി തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ, അതായത് ഇങ്ങനെ ചകിരി പോലെ ഇരിക്കണമായിരുന്നു കേട്ടോ മുടി. നന്നായിട്ട് തന്നെ ഹെയർ ലോസ് വരാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ട്യൂബ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രത്തോളം തന്നെ പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്ലാറ്റ് എന്നാണ് കേട്ടോ. കണ്ടോ, ഗ്ലാറ്റ്. അപ്പൊ ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്യാൻ വൈകിയെന്ന് പറഞ്ഞാല് ഞാൻ കുറെ റിവ്യൂസ് നോക്കി ഇതിനെ കുറിച്ച്. എന്താണ് ഇനിയിപ്പോ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി ഇതാണോ? ഇപ്പൊ നമുക്കറിയാം പല ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ്, നമുക്ക് ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാറുണ്ട്. അപ്പൊ അത് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഞാൻ വാങ്ങിച്ചതെന്ന് അറിയാനായിട്ട് ഞാൻ എന്റെ റിവ്യൂസ് ഓൺലൈൻ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ നോക്കി കേട്ടോ. അവിടെ നോക്കിയപ്പോഴും ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് കേട്ടോ. യൂട്യൂബിൽ തന്നെയാണെങ്കിലും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നെഗറ്റീവ് റിവ്യൂ, ഒരു എന്താ പറയാ, ഒരു 10% പേര് മാത്രം എന്താ പറയാ ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി സംഭവം ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പൊ ഇതേപോലെയുള്ള എന്താ പറയാ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ചീപ്പ് ക്വാളിറ്റിയിലോട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പൊ നമുക്ക് ആമസോണിൽ, ഫ്ലിപ്കാർട്ട് അങ്ങനെ ഒത്തിരി ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് കാണാം. 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് സ്ട്രൈറ്റനിങ് ക്രീം ഉണ്ട്. പക്ഷെ അതൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഹൈ ക്വാളിറ്റിയിലായിട്ടുള്ള ഇപ്പൊ ലോറിയലിന്റെ ഒന്നും അത്ര കുഴപ്പമില്ല, അങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രീംസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും വേറെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് സലൂണിൽ പോയി അല്ലെങ്കിൽ പാർലറിലൊക്കെ പോയി ചെയ്യുന്നതായിരിക്കും കൂടുതൽ കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നണം കേട്ടോ. കാരണം അവർക്ക് നമുക്ക് അതിൻ്റെതായ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രീം വെച്ചായിരിക്കും നമുക്ക് ചെയ്യണം. അല്ലാതെ നമ്മൾ ഇതേപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് ക്രീംസ് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പ് ആകും. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ അതുപോലെയാണ് എനിക്ക് സംഭവിച്ചത്. ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം എന്റെ ഹെയർ ഗ്രോത്ത്, നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് നിന്നു. ഹെയർ ഭയങ്കരമായിട്ട് എന്താ പറയാ ഫ്രിസി ആയി, ഹെയറിന്റെ വോളിയം കുറഞ്ഞു, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ടോ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സ്ട്രെസ് കൊണ്ടുള്ള ഹെയർ ലോസ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മാത്രമായിരുന്നില്ല, ഞാൻ ഉപയോഗിച്ച ഈ ഒരു പ്രൊഡക്റ്റിന്റെ സൈഡ് എഫക്റ്റും കൂടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറെ റെമഡീസ് പാക്കൊക്കെ ചെയ്താണ് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കി വന്നേക്കണം കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഇതേപോലത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അത് നമ്മളുടെ മുടിയുടെ വളർച്ചയെ നമ്മൾ കൊല്ലണ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ പ്രൊഡക്റ്റ് ആരും വാങ്ങിച്ച് യൂസ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഹെയർ ലോസ് ഇത്രത്തോളം എക്സ്ട്രീം ലെവലിൽ, അതായത് ഭയങ്കരമായിട്ട് പറയാൻ പറ്റാത്ത അത്രയും രീതിയിൽ ഭയങ്കര എന്താ പറയാ മുടി പോയപ്പോഴാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്യണുണ്ടെങ്കിലും ഇത്രത്തോളം ഇതായപ്പോഴാണ് ശരിക്കും മുടിയുടെ ആ ഒരു വില നമുക്ക് മനസ്സിലായിട്ട്. നമുക്ക് മുടി പോകുമ്പോഴാണ് മുടിയുടെ വില അറിയുന്നത് പോലെ ഭയങ്കര മുടി പോയതുകൊണ്ട് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ എനിക്ക് ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. അപ്പൊ അത് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതേപോലെ ഇങ്ങനെയുള്ള ക്രീംസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്കും ഇനി ഒരു അബദ്ധം പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള
ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വിലക്കുറവിൽ കിട്ടുന്ന ഇങ്ങനത്തെ ക്രീംസ് ഒന്നും നമ്മളെ ഹെയറിൽ പരീക്ഷിക്കാൻ നിൽക്കരുത്. അത് നമ്മൾ പറഞ്ഞല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് എന്തായാലും സ്റ്റോപ്പ് ആകും. പിന്നെ നമ്മൾ പാക്ക് ഇട്ടിട്ടോ റെമഡീസ് ചെയ്തിട്ടോ സെറം യൂസ് ചെയ്തിട്ടോ ടോണർ യൂസ് ചെയ്തിട്ടോ ഇതൊന്നും യൂസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാട്ടോ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.